ലോർഡ്, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇടപെട്ടൊരു വചനവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 42-ാം അധ്യായം 1-ാം വചനം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാനിത് പ്രാർത്ഥിച്ചത് ധ്യാനിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ വ്യക്തികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിരസത, ഒരു നിറവില്ലായ്മ, ഒരു കുറവുകൾ, എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടോ, ഇതെല്ലാം ദൈവമായിട്ടുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകൾ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യത്തിൻ്റെ വലുപ്പം, അതായത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് വരുവാൻ, ദൈവവുമായിട്ടുള്ള ആ ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരുവാൻ, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ആത്മാവിനുണ്ട്. ദൈവം നമ്മളെ 3 പാർട്ടായിട്ട്, ശരീരം, ആത്മാവ്, പ്രാണൻ, ഇങ്ങനെ 3 മേഖലയുണ്ട്. അതിൽ ആത്മാവിലുള്ള ആരാധന, ആത്മാവിന് ദൈവത്തെ വളരെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്, അതിലേക്കുള്ള ആഴത്തിലുള്ള ബന്ധം ആവശ്യമാണ്. എന്തെല്ലാമാണ് ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്? പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന ദൈവമായിട്ടുള്ള അടുപ്പത്തിലേക്ക് നമ്മളെ നയിക്കും. ദൈവത്തെ ആരാധിക്കുന്നത്, യേശുവിനെ ആരാധിക്കുന്നത്, അതിലേക്ക് നമ്മളെ വഴി നടത്തും. ദൈവമായിട്ട് ആഴത്തിലുള്ള ബന്ധത്തിലേക്ക്, വചനധ്യാനം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വചനം വായിച്ചുകൊണ്ടിരിക്കുക, ഇതെല്ലാം ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ജീവിതം തന്നെ വെച്ച് നോക്കിയപ്പോൾ, ദൈവമേ, എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമാണ്. കർത്താവില്ലാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കർത്താവിൻ്റെ ആഴമേറിയ ബന്ധവും ആ സ്നേഹവും ആ കരുതലുമില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയാം എന്നാലോചിച്ചു. ഇത് ശരിക്കും ഒരു പ്രവാസകാലത്തിൽ എഴുതപ്പെട്ട സങ്കീർത്തനമായിട്ടാണ് പറയപ്പെടുന്നത്. ദൈവമായിട്ടുള്ള അകന്നു നിന്ന് ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതെ, കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെല്ലാൻ പറ്റാത്ത സമയത്ത് കോരപുത്രന്മാർ എഴുതിയ സങ്കീർത്തനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോരോ വ്യക്തികളും ദൈവത്തിനോട് അടുത്ത് വരും. മാൻ എന്ന് പറയുന്നത് അക്രമകാരിയായിട്ടുള്ളൊരു മൃഗമല്ല, അല്ലേ? പലപ്പോഴും സഹായവും, പലപ്പോഴും പേടിയിലും, പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നുള്ള അനുകൂലതയും കൊണ്ട് ജീവിക്കുന്ന ഒരു മൃഗമാണ് മാൻ. അത് മനുഷ്യനോട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും ഭയപ്പെട്ട് ജീവിക്കുന്നു എന്നല്ല, പല ദൈവത്തിൻ്റെ അനുകൂലത നമുക്ക് ആവശ്യമാണ്. ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. സപ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, സാമൂഹിക ജീവിയാണ്, സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഒറ്റപ്പെട്ടിട്ട് ഒരു സ്ഥലത്തല്ല. അതേപോലെയാണ് മാനിനെ ഇതിനോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കും ഇതൊക്കെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ സഹായമില്ലാതെ, പിന്നെ മാൻ, നമ്മൾ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, മാൻ എപ്പോഴും ആ വെള്ളത്തിനോട് ചേർന്നിട്ട്, മാനിൻ്റെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് വെള്ളത്തിനോട് അടുത്തായിരിക്കും. മാൻ അവിടെ കിടന്ന് തുള്ളിച്ചാടും. അവിടെ വെള്ളത്തിനടുത്തേക്കാണ് മാൻ എപ്പോഴും വന്നിരിക്കുന്നത്. നമ്മൾ ഏതൊക്കെ സൂവിൽ പോയി നോക്കോളൂ, അതിൻ്റെ കാൽപ്പാടുകൾ കാണാം. ഈ വെള്ളത്തിന് ചുറ്റും മാനിങ്ങനെ രസിച്ച് നടക്കുന്നതിൻ്റെ കാൽപ്പാടുകളും ഈ തുള്ളിച്ചാടി നടക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മാനെന്ന് പറയുന്നത് വെള്ളത്തിനരികിലേക്ക് വരുന്നത് പോലെ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, അത് നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും, നിങ്ങളുടെ മനസ്സിലൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടോ? എല്ലാം ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? ഇതിനെല്ലാം ബേസിക് കാരണം നിങ്ങളുടെ സൃഷ്ടാവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം കുറഞ്ഞിരിക്കുന്നു അഥവാ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ ദിവസവും ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് വരുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ഒരു ആഗ്രഹമുള്ളൊരു ഹൃദയം നമ്മൾക്ക് ദൈവം തരട്ടെ. പ്രാർത്ഥനയിൽ, ദൈവവചനത്തിൽ ദൈവത്തെ സ്നേഹിച്ച്, യേശുവിനെ സ്നേഹിച്ച്, ഏത് സമയത്തും യേശുവെ അങ്ങനെ നടത്തിയല്ലോ, അങ്ങയുടെ സ്നേഹം എന്നെ നിലനിർത്തിയല്ലോ, അങ്ങയുടെ കരുതൽ എന്നിലുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാക്കുകളാണിത്. നിങ്ങളായിരിക്കുന്നത് എവിടെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകളോ, നിങ്ങൾക്ക് സമാധാനമില്ലാത്ത അവസ്ഥയോ, എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടലുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിലിരിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ സൃഷ്ടിച്ച ദൈവമേ, നീ എൻ്റെ ഇന്നലെയും നാളെയും അറിയുന്ന ദൈവമാണ്, ഇന്നത്തെയും അറിയുന്ന ദൈവമാണ്. എന്നെ വഴി നടത്തണമേ. ഞാൻ എങ്ങോട്ട് പോകണമെന്നുള്ള ഗൈഡൻസ് എനിക്ക് തരണമേ.
ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തേണമേ എന്ന് നമുക്ക് ആഴത്തിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവനെ സ്നേഹിച്ച് അവനെ പിൻപറ്റി അവനോട് പറ്റിച്ചേർന്നിരിക്കുമ്പോൾ അവൻ നമ്മെ വിടുവിക്കും. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അവനിൽ നിന്ന് വരുന്നു എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ നാളുകളിൽ ദൈവം അതിശക്തമായി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരെന്നാണ് ബൈബിളിൽ നമ്മളെപ്പറ്റി പറയുന്നത്. അപ്പം മാൻ നീർത്തോടുകളിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം. ദൈവമായിട്ടുള്ള സാന്നിധ്യത്തിൽ മുഴുകിയിരിക്കാം. സന്തോഷവും ആശ്വാസവും ആ സാന്നിധ്യത്തിലുള്ള നിറവും പൂർണ്ണതയും എല്ലാം നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ചോദിക്കുക, ദൈവമേ, എൻ്റെ ആത്മീയദാഹം അങ്ങ് തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ അങ്ങയുമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി കൊതിക്കുന്ന കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക്, ഊഷ്മളതയിലേക്ക്, ആർക്കും പിടിച്ച് മാറ്റാൻ കഴിയാത്ത ബന്ധത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ, എന്നെ കൊണ്ടുവരണമേ. ഇതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ദൈവമക്കളെ, അവനിൽ ആനന്ദമുണ്ട്, അവനിൽ ഓരോരുത്തർക്കും ഉന്മാദമുണ്ട്, സന്തോഷമുണ്ട്, നിറവുണ്ട്. ഈ സന്തോഷം കർത്താവിൽ സന്തോഷിക്കുക എന്നെപ്പോഴും പൗലോസ് പറയുന്നു. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. നന്ദിയുള്ള ഹൃദയത്തോടെ ആത്മസാന്നിധ്യത്തിനായി, ആത്മാവിൻ്റെ നിറവിനായി, ആത്മാവിൻ്റെ വലിയൊരു ഒരു കവിഞ്ഞൊഴുക്കിനായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും കർത്താവെ മാൻ നീർത്തോടുകളിലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് ഓടി വരുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും സഹായിക്കണമേ. ഇപ്പോൾ കർത്താവിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓരോരോ വ്യക്തികളെയും കർത്താവിലേക്ക് കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമഹത്വവും ദൈവനിറവും ദൈവകൃപയും കർത്താവ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിനുമായി നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, താഴ്മയോടെ വിനയത്തോടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ, ആത്മാവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നി നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും അങ്ങയുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, അടുപ്പത്തിലേക്ക് ഞങ്ങളെ വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹ കുടിക്കീഴിൽ ഞങ്ങളെ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു.